ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ടൊരു ബീഫ് സ്റ്റൂ ആണ് റെഡിയാക്കുന്നത്. ഇതിനായി 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അല്പം നെയ്യോട് കൂടിയുള്ള ബീഫാണ്. അതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. നെയ്യോട് കൂടിയ ബീഫായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ടീസ്പൂണും ടേബിൾ സ്പൂൺ മാറിപ്പോവണ്ട, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. നമ്മൾ എരിവിനായിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ് ചേർക്കുന്നത്. ട്രഡീഷണലായിട്ടുള്ള ബീഫ് സ്റ്റൂ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു 6-7 വിസിൽ വരെ ഒന്ന് വേവിക്കുക. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ബീഫിൽ നിന്ന് തന്നെ ചാറ് ഇറങ്ങി വരും. ഇതിനായിട്ട് തേങ്ങാപ്പാലിനായിട്ട് 1 തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. അതിലേക്ക് 2 മണിക്കൂർ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലിന് നല്ലൊരു കൊഴുപ്പും സ്റ്റൂവിന് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പം തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ പാലെടുത്ത് മാറ്റാം. അപ്പോൾ ഈ സമയം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് പെരുംജീരകം. അത് മൂത്ത മണം വരുമ്പോൾ 1 സവാള, പിന്നെ 4 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം. ഒരല്പം കറിവേപ്പില ഇതിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും സവാള ചുമന്ന് പോകരുത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റൂവിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ശരിക്കും ഒന്ന് മഴന്ന് വന്നാൽ മതി. അപ്പോൾ മറ്റ് സ്റ്റൂവിനുള്ള ബീഫ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ മുഴുവൻ വെന്തിട്ടില്ല, ഒരു 3/4 ഭാഗം വേവേ ആയിട്ടുള്ളൂ. കുറച്ച് ചാറൊക്കെ ഊറി വന്നിട്ടുണ്ട്. നമ്മളൊട്ടും വെള്ളം ചേർത്തിരുന്നില്ല, അത് ആ ബീഫിൽ നിന്നുള്ള ചാറാണ്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളൻകിഴങ്ങും ഒരു മീഡിയം സൈസ് ക്യാരറ്റുമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിട്ട് 1 വിസിലും കൂടി അടിക്കാം. അപ്പോൾ ഏകദേശം കറക്റ്റ് വേവായിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഉരുളൻകിഴങ്ങ് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു കാരണവശാലും നമ്മുടെ ബീഫിൽ അധികം വെള്ളം ആവാൻ പാടില്ല. പുറത്തുനിന്ന് നമ്മൾ അധികം വെള്ളം ഒഴിച്ചാൽ ബീഫ് സ്റ്റൂവിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ സവാളയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഇതിൽ കൂടുതൽ ചുമക്കണ്ട. അപ്പോൾ വെന്ത് വന്നിരിക്കുന്ന ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഇട്ട ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാത്തിൻ്റെയും വേവ് കറക്റ്റായിട്ടുണ്ട്. ബീഫ് ഒന്നും കൂടെ വെന്തു. ആ കൂടെ തന്നെ ആ ബീഫിൽ കിടന്ന് ഉരുളൻകിഴങ്ങും ക്യാരറ്റും വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2ാം പാൽ ഒഴിച്ച് പതുക്കെ ഒന്ന് തിള വരണം. അന്നേരത്തിൽ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കട്ടിപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കട്ടി തേങ്ങാപ്പാലാണ്. ഇത് ഒഴിച്ച് തിളയ്ക്കേണ്ട ആവശ്യമില്ല. സ്റ്റൂ പതുക്കെ തണുക്കുന്നതിനൊപ്പം തന്നെ ചൂടാറുന്നതിനൊപ്പം തന്നെ നല്ല കൊഴുപ്പായിക്കോളും. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം അല്പം പെരുംജീരകം പൊടിച്ചതോ ചേർത്താലും മതി. ഇതിലേതെങ്കിലും ഒന്ന് മതിയാവും. നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നില്ലെങ്കിൽ നെയ്യിൽ വരട്ടിയ അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് വളരെ ട്രഡീഷണലായിട്ടും വളരെ സിമ്പിളായിട്ടും ചെയ്യുന്ന ബീഫ് സ്റ്റൂ ആണ്. കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്സ് ഒന്നുമില്ല. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക.